പല്ലവിക്ക് തൻ്റെ കണ്ണിന് മുന്നിൽ കാണുന്നത് സത്യമാവരുതെന്ന് അവൾ മനസ്സിൽ ആവർത്തിച്ചു പറഞ്ഞു. എന്നാൽ തനിക്ക് മുന്നിൽ നടക്കുന്നത് പച്ചയായ സത്യം തന്നെയാണെന്ന് വീണ്ടും കാണുന്തോറും അവളുടെ കണ്ണുകൾ മനസ്സിലാക്കി കൊടുത്തു. അതോടൊപ്പം അവളുടെ കണ്ണുകൾ നിയന്ത്രണം തെറ്റി ഒഴുകിക്കൊണ്ടിരുന്നു. എന്നാൽ പല്ലവിയും മിത്തുമോളും വന്നതറിയാതെ അരവിന്ദ് പവിത്രയെ തൻ്റെ ചുംബനം കൊണ്ട് മൂടിക്കൊണ്ടിരുന്നു. പല്ലവിയുടെ കയ്യിൽ ഇരുന്ന് കരയുന്ന മിത്തുമോളുടെ ശബ്ദമാണ് അരവിന്ദിനെ പവിത്രയിൽ നിന്നും അടർത്തി മാറ്റിയത്. പവിത്രയും അരവിന്ദും ഒരുമിച്ച് തിരിഞ്ഞു നോക്കുമ്പോൾ കാണുന്നത് നിലത്ത് മിത്തുമോളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായിരിക്കുന്ന പല്ലവിയെയാണ്. അവളെ പ്രതീക്ഷിക്കാതെ അവിടെ കണ്ടതുകൊണ്ട് ആദ്യം അവരിൽ നടുക്കമുണ്ടായെങ്കിലും പിന്നെ എന്നായാലും പല്ലവി അറിയേണ്ടത് തന്നെയാണെന്ന ഭാവം രണ്ടുപേരിലും ഉടലെടുത്തു. അരവിന്ദ് നടന്ന് പല്ലവിക്ക് മുന്നിൽ മുട്ടുകുത്തിയിരുന്നു. എന്നിട്ട് അവളെ തൊടാനായി അവൻ്റെ കൈകൾ അവൾക്ക് നേരെ നീട്ടിയതും അവൾ എന്നെ തൊട്ടു പോകരുത് എന്ന രീതിയിൽ അവന് നേരെ അവളുടെ ഒരു കൈ ഉയർത്തി കാണിച്ചു. അതോടൊപ്പം അവനെ ചുട്ടരിക്കാൻ കണക്കിലുള്ള ഒരു നോട്ടവും നോക്കി. എന്താ പല്ലവി ഇത്? ഞാൻ നിന്റെ അരവിന്ദേട്ടനല്ലേ? അരവിന്ദേട്ടൻ പോലും ഇനിയും നിങ്ങൾക്കെന്നോട് ഞാൻ നിന്റെ അരവിന്ദേട്ടനല്ല എന്ന് പറയുന്നതിൽ അല്പം പോലും ഉളുപ്പ് തോന്നുന്നില്ലേ? എനിക്കതിൻ്റെ ആവശ്യമില്ല. പിന്നെ ഈ ഒരു ചെറിയ കാര്യത്തിന് നീ ഇങ്ങനെ തുടങ്ങിയാൽ എന്നെപ്പറ്റി മുഴുവൻ നീ അറിഞ്ഞു കഴിയുമ്പോൾ താങ്ങില്ലല്ലോ. അത് പറയുമ്പോഴും അവൻ്റെ ചുണ്ടുകളിൽ ഒരു കള്ളച്ചിരി ഉണ്ടായിരുന്നു. അത് മനസ്സിലാക്കിയ വണ്ണം ആ ചിരി പവിത്രയുടെ ചുണ്ടുകളിലും സ്ഥാനം പിടിച്ചു. ഇതിൽ കൂടുതൽ ഞാൻ നിങ്ങൾ എന്തു മനസ്സിലാക്കാൻ? ഈ ഒരൊറ്റ കാര്യം മതി താൻ എത്രമാത്രം വൃത്തികെട്ടവനാണെന്ന്. അതേടി, ഞാൻ നീ പറഞ്ഞ പോലെ തന്നെ ഒരു വൃത്തികെട്ടവനാ. ഞാൻ എന്തെന്ന് ദേ നിൽക്കുന്ന നിന്റെ പുന്നാര പെങ്ങൾ നന്നായി അറിയാം ഞാൻ എന്താണ് എങ്ങനെയാണെന്നൊക്കെ. അവളും ഞാനും തമ്മിലുള്ള ബന്ധം അത് ഇന്നലെയോ ഇന്നോ കൊണ്ട് ഉണ്ടായതല്ല. നിനക്ക് മുന്നേ തുടങ്ങിയ ബന്ധമാ ഞങ്ങളുടെ. ഒരു കണക്കിന് പറഞ്ഞ ഇന്നവൾ ജീവിക്കുന്ന ഈ ജീവിതത്തിന് വഴി തെളിച്ചതും ഞാനെന്ന് വേണമെങ്കിൽ പറയാം. അവൻ്റെ വായിൽ നിന്നും അതൊക്കെ കേൾക്കുമ്പോൾ പല്ലവിക്ക് തൻ്റെ ശരീരം മരവിക്കും പോലെ തോന്നി. തന്നെ മനഃപൂർവ്വം അരവിന്ദിനൊപ്പം ചേർന്ന് തൻ്റെ ചേച്ചിയും ഇത്രയും വർഷം ഒരു വിഡ്ഢിവേഷമാണ് കെട്ടിച്ചതെന്ന് ഓർക്കും തോറും അവൾക്ക് അവളോട് തന്നെ വെറുപ്പ് തോന്നി. ഒരു നിമിഷം പല്ലവി തൻ്റെ അച്ഛൻ തനിക്കൊപ്പം ഉണ്ടായിരുന്നുവെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോയി. എങ്കിലൊരിക്കലും തനിക്ക് ഈ അവസ്ഥ വരില്ലായിരുന്നു എന്ന് അവൾക്ക് തന്നെ തോന്നി. അരവിന്ദ് വീണ്ടും പറഞ്ഞു തുടങ്ങി. നീ ചിന്തിക്കുന്നുണ്ടാവും നിന്റെ ചേച്ചിക്കൊപ്പം കൂടിയവർ പിന്നെ നിന്നെ എന്തിനാണ് ഇതിലേക്ക് വലിച്ചിട്ടതെന്ന്. എന്തായാലും ഇത്രയ്ക്ക് നീ കണ്ടറിഞ്ഞ സ്ഥിതിക്ക് ബാക്കി കൂടെ നീ അറിയുന്നത് നല്ലതാ. എന്നായാലും നീ ഇതൊക്കെ അറിയേണ്ടതല്ലേ? നീയും എൻ്റെ വീട്ടുകാരും ഈ നാട്ടുകാരൊക്കെ കരുതും പോലെ ഞാൻ സിറ്റിയിൽ ഏതോ പ്രൈവറ്റ് കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ആളല്ല. എൻ്റെ ബിസിനസ് അതിലും വലുതാ, ആർക്കും ചിന്തിക്കാൻ പറ്റാത്തൊന്ന്. പല്ലവി എന്തെന്നുള്ള രീതിയിൽ അവനെ നോക്കിയിരുന്നു. നിന്റെ മനസ്സിൽ ഇപ്പോഴേ പല ചോദ്യവും വന്നല്ലേ എന്തായിരിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞില്ലേ നീ ചിന്തിക്കുന്നതല്ലെന്ന്. നിന്റെ ചേച്ചിയെ പോലെ മോഡലിംഗ്, മൂവി ആക്ട്രസ്, ഡാൻസ് അങ്ങനെ പല മേഖലയിലും ഇഷ്ടം തോന്നി വരുന്ന ഒരുപാട് പെൺകുട്ടികളുണ്ട്. അവർ വന്നുപെടുന്നത് ഞങ്ങളെപ്പോലുള്ള കുറച്ച് ആൾക്കാരുടെ കയ്യിലാണ്. ഞങ്ങൾ അവരെ ഞങ്ങളുടെ കയ്യിലുള്ള പെൺകുട്ടികൾ ആവശ്യപ്പെടുന്ന പല ഫിലിം ആക്ടർ, സംവിധായകർ അങ്ങനെയുള്ള പലർക്കും അവരെ കൊണ്ട് കാഴ്ചവെക്കുന്നു. മിക്കതും പാവപ്പെട്ട വീട്ടിൽ നിന്നും അഭിനയം എന്ന മോഹം തലയ്ക്ക് പിടിച്ചു വന്ന് ചാടുന്നവർ ആയിരിക്കും കൂടുതലും. അതിനുത്തമ ഉദാഹരണമാണല്ലോ നിന്റെ ചേച്ചി. ആദ്യം ഇവളുമാരെ എതിർക്കും, കാരണം അറിയാതെ വന്ന് ചാടുന്നതല്ലേ. പിന്നെ അവർ സ്വന്തം ശരീരം പലർക്കും വിൽക്കുമ്പോൾ ചിലവളുമാർ ജീവനൊടുക്കാറും അതാരും അറിയാതെ നമ്മൾ തന്നെ ഒതുക്കി തീർക്കുകയും ചെയ്യാറുണ്ട്. പിന്നെ നിന്റെ ചേച്ചിയെ പോലുള്ളവർമാർ അവൾമാരുടെ ജീവിതം ഭദ്രമാക്കാൻ കയ്യിൽ വരുന്ന അളവറ്റ പണം കാണുമ്പോൾ പിന്നെ അവർ ആ ജീവിതം തന്നെ തിരഞ്ഞെടുക്കുന്നു. അതിലൂടെ ഇന്നെ പോലെയുള്ളവർ വന്ന് ചേരുന്ന പണം അതിനും ഇരട്ടിയാണ്. ചിലർ അറിയാതെ വന്നു പെടുമ്പോൾ അറിഞ്ഞുകൊണ്ട് വന്നു പെടുന്നവരുമുണ്ട്. അതുപോലെയുള്ള പെൺകുട്ടികളുടെ കൂട്ടത്തിൽ ഞാൻ കണ്ടുവച്ചതാ നിന്നെയും. പവിത്രയുടെ അനിയത്തി എന്ന നിലയ്ക്ക് അവളെ പോലെ ആവും നീ എന്ന് കരുതി. എന്നാൽ ഇവളിൽ നിന്നും നിന്നെ പറ്റി അറിഞ്ഞത് വെച്ച് നിന്നെ വിശ്വാസം കൊണ്ട് മാത്രമേ കീഴ്പ്പെടുത്താൻ കഴിയൂ അറിയാമായിരുന്നു. അതുകൊണ്ട് മാത്രം ആ സ്നേഹം നടിച്ച് നിനക്കൊപ്പം കൂടിയത്. നിന്റെ സ്ഥാനത്ത് വേറെ വല്ലവളുമായിരുന്നുവെങ്കിൽ ഇപ്പം എൻ്റെ കയ്യിൽ ഇരുന്നേനെ. പക്ഷേ നീ മാത്രമാണ് എന്നെക്കുറിച്ച് വലിച്ചത്. സാരമില്ല, ഇനി നീ എനിക്കുള്ളതാണല്ലോ. നീ തടുത്താൽ കൂടി ഞാൻ നിന്നെ ഇവിടുന്ന് കൊണ്ടുപോയിരിക്കും. നിങ്ങൾക്ക് തെറ്റിയെങ്കിൽ ദേ ഈ നിൽക്കുന്ന അവൾ ചിലപ്പോൾ നിങ്ങൾ പറയുന്നതെല്ലാം കേട്ടു നിന്നു തരും എന്ന് കരുതി പല്ലവിയെ നിങ്ങൾക്ക് കിട്ടില്ല. ജീവിതത്തിൽ എനിക്ക് പറ്റിയ ഏറ്റവും വലിയ തെറ്റായിരുന്നു നിങ്ങളെന്നറിയാൻ ഞാൻ അല്പം വൈകിപ്പോയി എന്ന് കരുതി എൻ്റെ മേലവകാശമെടുക്കാൻ നിങ്ങൾക്കോ ഈ നിൽക്കുന്നവൾക്കോ ഞാൻ അധികാരം തന്നിട്ടില്ല.
നിനക്ക് എന്നെ പറ്റി ശരിക്കും അറിയാത്തത് കൊണ്ടാണ് എങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. ഞാൻ നിന്നെ കൊണ്ടുപോകുമെന്ന് പറഞ്ഞാൽ കൊണ്ടുപോയിരിക്കും. നിന്റെ പേരും പറഞ്ഞ് പലരിൽ നിന്നും ഞാൻ മുൻകൂട്ടി പണം വാങ്ങിയതാ. അപ്പോൾ ആ പണത്തിന് നിന്നെ തിരിച്ചവർക്ക് കൊടുക്കേണ്ടത് എൻ്റെ ആവശ്യമാണ്. അത് ഞാൻ ചെയ്തിരിക്കും. നിങ്ങൾക്കെന്നെ പോയിട്ട് എൻ്റെ ശവം പോലും ഇവിടുന്ന് കൊണ്ടുപോകാൻ കഴിയില്ല. അതും പറഞ്ഞ് മിത്തുമോളെയും കൊണ്ട് അവൻ്റെ മുന്നിൽ നിന്ന് പോകാൻ നിന്ന് പല്ലവിയുടെ കയ്യിൽ അരവിന്ദ് പിടിമുറുക്കി. നീ എങ്ങോട്ടാടി പുല്ലി ഓടുന്നേ? ഈ എന്നെ വെറും മണ്ടനാക്കി അങ്ങ് പോകാമെന്ന് കരുതിയെങ്കിൽ നിനക്ക് തെറ്റി. ഞാൻ നിന്നെയും കൊണ്ട് ചെല്ലുമെന്ന് ആർക്കെങ്കിലും വാക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ നിന്നെ അവർക്ക് മുന്നിൽ ഞാൻ കൊണ്ടുപോയിരിക്കും. അത് നിങ്ങൾ മാത്രം തീരുമാനിച്ചാൽ പോരാ, ഞാനും കൂടി തീരുമാനിക്കണം. ഇതിൽ നിന്റെ തീരുമാനം എനിക്ക് ആവശ്യമില്ല. ഞാൻ പറയും, നീ അത് കേൾക്കും. നിനക്ക് ഞാൻ 4 ദിവസം ടൈം തരും. അതിനു മുന്നേ നിന്റെ കയ്യിലിരിക്കുന്നില്ലേ, ഇതിന് നീ കളഞ്ഞിരിക്കണം. എവിടുന്ന് വെച്ചാ അവിടെ. ഈ കുഞ്ഞ് അത് എനിക്കും ദേ അവൾക്കും ഇന്നൊരു ഭീഷണിയാണ്. അതുകൊണ്ട് ഇതിന് ഈ വീട്ടിൽ വേണ്ട. ഇതിനെ കളയുന്ന പിറ്റേന്ന് നീ എനിക്കൊപ്പം ഉണ്ടായിരിക്കും. ഒരിക്കലും ഇല്ല, ഞാൻ നിങ്ങൾക്കൊപ്പം വരില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വരില്ല. അതുപോലെ തന്നെ മിത്തുമോളെ, അവളെ ഞാൻ ഒരിക്കലും ഒന്നിനു വേണ്ടിയിട്ട് ഉപേക്ഷിക്കില്ല. എൻ്റെ കൊക്കിന് ജീവനുള്ളിടത്തോളം കാലം ഞാൻ അവളെ പൊന്നുപോലെ നോക്കും. പിന്നെ ഈ കുഞ്ഞിനെ പേടിക്കാൻ ഇതിനി നിങ്ങൾക്ക് ഇവളിൽ ഉണ്ടായതാണോ? ആണെങ്കിലും എനിക്ക് കുഴപ്പമില്ല. എനിക്കെൻ്റെ മിത്തുമോളെ മാത്രം മതി. അരവിന്ദ് പല്ലവിയുടെ കഴുത്തിൽ കുത്തിപ്പിടിച്ചു. ഒരിക്കൽ പറഞ്ഞാൽ മനസ്സിലാവിട്ടെ പുന്നാര മോളെ, നിനക്ക് വേണ്ട വേണ്ട എന്ന് വെക്കുമ്പോൾ എനിക്കൊരു ഉണ്ടാക്കാൻ വരില്ല നീ. അത് ചിലപ്പോൾ നിനക്ക് താങ്ങിയെന്ന് വരില്ല. പിന്നെ നീ ചോദിച്ചില്ലേ ഇതെനിക്ക് വെളിയിൽ ഉണ്ടായതാണോ എന്ന്. അത് അവൾക്ക് തന്നെ സംശയമുള്ള കാര്യമാണ്. കാരണം ഇതൊരു കൂട്ടകൃഷിയിൽ ഉണ്ടായ മുതലാ. അതുകൊണ്ട് തന്നെ ശരിക്കും ഇതിൻ്റെ തന്ത ആരാണെന്ന് അവൾക്ക് തന്നെ പറയാൻ പറ്റില്ല. ഞാനും അതിലൊരാളാണെന്ന് വേണമെങ്കിൽ പറയാം. അല്ലടി. ലാസ്റ്റ് അയാൾ പവിത്രയെ നോക്കിയാണ് പറഞ്ഞത്. പവിത്ര അവന് നേരെ ചിരിക്കാനും മറന്നില്ല. പല്ലവിക്ക് അവൻ്റെ വാക്കുകൾ കേൾക്കും തോറും അസഹനീയമായി തോന്നി. അതോടൊപ്പം തന്നെ അവൻ്റെ കഴുത്തിൽ പിടിയാൽ അവൾക്ക് നന്നായി തന്നെ വേദനിക്കുന്നുണ്ടായിരുന്നു. മിത്തുമോൾ കയ്യിലിരുന്നു കൊണ്ട് അവനെ എതിർക്കാൻ അവൾക്കായില്ല. അവളുടെ മനസ്സിൽ അവൻ മിത്തുമോളുടെ എന്തെങ്കിലും ചെയ്യുമോ എന്നായിരുന്നു. മിത്തുമോൾ ഇതെല്ലാം കണ്ട് പേടിച്ച് പല്ലവിയുടെ കയ്യിലിരുന്ന് കരയാൻ തുടങ്ങി. അവളുടെ കരച്ചിൽ കൂടിയതും അരവിന്ദ് അവളിൽ നിന്നും കൈ പിൻവലിച്ചു. ദേ ഇതിൻ്റെ വായിൽ വല്ല തുണിയും തിരികെ കയറ്റ്. എനിക്ക് ദേഷ്യം വരുന്നു. ഞാൻ വീണ്ടും പറയുക, 4 ഡേയ്സ്. അതിനു മുന്നേ ഇതിനെ കളഞ്ഞിരിക്കണം. അതെങ്ങനെ വേണമെന്ന് പവിത്ര പറഞ്ഞു തരും. അവളെ ഒഴിവാക്കിയില്ലെങ്കിൽ നിന്റെ മുന്നിലിട്ട് ഞാൻ തന്നെ ഇതിനെ തീർക്കും. എന്നിട്ട് നിന്നെയും കൊണ്ട് ഞാൻ ഇവിടുന്ന് പോകും. എന്തു വേണമെന്ന് നീ തീരുമാനിക്ക്. ഇനി നിനക്ക് മുൻപിൽ അധികം ദിവസങ്ങളില്ല, ഓർത്തോ. അത്രയും ഒരു താക്കീതോടെ പല്ലവിയെ നോക്കി അരവിന്ദ് പറഞ്ഞിട്ട് അവിടെ നിന്നും പോയിരുന്നു. പല്ലവി മിത്തുമോളെ തൻ്റെ മാറോട് ചേർത്ത് പിടിച്ചുകൊണ്ട് അങ്ങനെ തന്നെ നിന്നു. അപ്പോഴും മിത്തുമോൾ കരഞ്ഞുകൊണ്ടിരുന്നു. അരവിന്ദ് പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, ഇതിനെ കളയുന്നതാ നിൻ്റെയും എൻ്റെയും ഒക്കെ നല്ലത്. പവിത്ര അത് പറഞ്ഞു തീരുന്നതിന് മുന്നേ പല്ലവിയുടെ കൈകൾ പവിത്രയുടെ കരണത്ത് പതിച്ചിരുന്നു. പവിത്ര ദേഷ്യത്തോടെ പല്ലവിക്ക് നേർ കൈ ഉയർത്തിയതും പല്ലവിയുടെ വാക്കുകൾ ആ വീട്ടിൽ ഉറച്ചു പൊങ്ങി കേട്ടു. തൊട്ടു പോകരുതെന്നെ. അങ്ങനെ ചെയ്ത ചേച്ചി അനിയത്തി ബന്ധം ഞാനങ്ങ് മറന്നിട്ട് നിങ്ങളെ വല്ലതും ചെയ്തെന്ന് വരും. ഡീ അധികം കിടന്ന് ചാടണ്ട. നീ എന്തു കണ്ടിട്ടാടി എന്നോട് എതിർത്ത് സംസാരിക്കുന്നേ? നിനക്ക് ചിലപ്പോൾ തോന്നുന്നുണ്ടാവും എന്നോട് 2 ചാട്ടം ചാടിയ ഞാൻ നിന്നോടൊന്നും പറയാൻ വരാതെ മാറിപ്പോകുന്നു. എന്നാൽ നിനക്ക് തെറ്റി. ഒന്നുമില്ലെങ്കിലും നിന്റെ കയ്യിലിരിക്കുന്നതിന് ജന്മം കൊടുത്തവളാ ഞാൻ. എനിക്കതിനോടില്ലാത്ത സ്നേഹമൊന്നും നിനക്കും വേണ്ട. ജന്മം കൊടുത്തെന്ന് പോലും നിങ്ങൾക്ക് നാണം തോന്നുന്നില്ലേ അതെൻ്റെ മുഖത്ത് നോക്കി പറയാൻ? പ്രസവിച്ചത് കൊണ്ട് മാത്രം ഒരു സ്ത്രീ അമ്മയാവുന്നില്ല. തൻ്റെ കുഞ്ഞിനെ സംരക്ഷിക്കാൻ കഴിവുള്ളവരായിരിക്കണം അമ്മ. കുഞ്ഞു വിശന്ന് കരയുമ്പോൾ അതിൻ്റെ വിശപ്പ് മാറ്റുന്നവളായിരിക്കണം അമ്മ. അതൊന്നും അറിയാത്ത നീയൊക്കെ പ്രസവിക്കാൻ പോലും യോഗ്യതരല്ല. എന്നിട്ട് ഞാൻ പ്രസവിച്ച കുഞ്ഞെന്ന് പറഞ്ഞു വന്നിരിക്കുന്നു. നീയൊക്കെ സ്ത്രീയാണോ? സ്ത്രീകൾക്ക് പോലും ശാപമാ നീയൊക്കെ. ഇവളെ പ്രസവിച്ചത് നീയാവാം, പക്ഷെ അവളൊരു കുറവില്ലാതെ ശരിക്കും അവളുടെ അമ്മയായി വളർത്തുന്നത് ഞാനാ. അതുകൊണ്ട് തന്നെ നിന്നേക്കാൾ ഇവളിൽ അവകാശം എനിക്കാണുള്ളത്. നിന്റെ സംസാരം കേട്ട പ്രസവിച്ച് പരിചയമുള്ള സ്ത്രീയെ പോലെയാണല്ലോ സംസാരിക്കുന്നേ. ഇനി ഞങ്ങളറിയാത്ത വല്ല സംഭവം നിന്റെ ജീവിതത്തിൽ ഉണ്ടായോ? പവിത്ര അത് പല്ലവിയെ നോക്കിയൊരു പുച്ഛഭാവത്തോടെ പറഞ്ഞു. നീ എന്താ കരുതിയിരിക്കുന്നേ? നിന്നെ പോലെയാണ് ഞാനെന്നോ? എന്നാൽ നിനക്ക് തെറ്റി. നീയല്ല ഞാൻ. എനിക്ക് നിന്നെ പോലെ കണ്ടവർക്ക് ശരീരം വിൽക്കലല്ല പണി. ഡീ നിന്നെ ഞാൻ. അത്രയും പറഞ്ഞ ദേഷ്യത്തിൽ പവിത്ര പല്ലവിക്ക് നേരെ പാഞ്ഞെടുത്തു. എന്നിട്ട് പല്ലവിയുടെ കയ്യിൽ കയറി പിടിച്ച് പിറകിലേക്ക് തിരിച്ചു.
മിത്തുമോൾ കയ്യിലിരുന്നു കൊണ്ട് തന്നെ പല്ലവിക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. അവൾക്ക് നന്നായി വേദനിക്കുന്നുണ്ടായിരുന്നു. വിടാൻ, എൻ്റെ കയ്യിൽ നിന്നും വിടാനല്ലേ പറഞ്ഞേ. അത് പറഞ്ഞ് പല്ലവി അവളുടെ കയ്യിൽ നിന്നും പിടഞ്ഞു. വേണ്ട വേണ്ടെന്ന് വെക്കുമ്പോൾ നീ എന്നെ ഭരിക്കാൻ വരുന്നു, അതും എൻ്റെ ചിലവിൽ എൻ്റെ കൂടെ ഈ വീട്ടിൽ താമസിക്കുമ്പോൾ. ആരും ഒരു സഹായത്തിന് ഇല്ലാത്തവളെന്ന് കയറി വന്ന്. തള്ളയെന്ന് പറയുന്നത് പണ്ടേ ഇട്ടിട്ട് പോയി, ഇപ്പോൾ അന്തസ്സായി ജീവിക്കുന്നുണ്ട്. തന്ത അങ്ങേരെ ഞാൻ കൂട്ടിട്ടില്ല. അങ്ങേര് പോയതിൽ എനിക്ക് സങ്കടവും ഒന്നുമില്ല. പക്ഷേ നിനക്ക് അങ്ങനെയല്ല. അങ്ങേരായിരുന്നല്ലോ എല്ലാം. അങ്ങേര് പോലും കൈസഹായത്തിനില്ലാതെ നീ എന്ത് ചെയ്യുന്നു? നിനക്ക് എന്നോട് വായിട്ടലിക്കാൻ മാത്രമേ കഴിയൂ, അല്ലാതെ എനിക്ക് നേരെ നിന്റെ ചെറുവിരൽ പോലും അനക്കാൻ കഴിയില്ല. പല്ലവിയുടെ കയ്യിലിരുന്നതെല്ലാം കണ്ടു പേടിച്ച് മിത്തുമോൾ വീണ്ടും കരയാൻ തുടങ്ങി. അതുകൂടെ കണ്ടതും പല്ലവിയുടെ സകല നിയന്ത്രണവും വിട്ട് അവൾ പവിത്രയുടെ കയ്യിൽ നിന്നും എങ്ങനെയോ കുതറി മാറി. അത് കണ്ടതും വീണ്ടും അവളുടെ കൈ പിടിച്ചു തിരിക്കാൻ വന്ന പവിത്രയുടെ കരണത്ത് പല്ലവി വീണ്ടും ഒന്ന് കൊടുത്തു. ഇപ്രാവശ്യം പല്ലവി കൊടുത്ത അടി ആദ്യത്തേക്കാൾ സ്ട്രോങ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ആ അടിയിൽ പവിത്രയുടെ വായിൽ നിന്നും ചോര പുറത്തേക്ക് വന്നു. തൻ്റെ വായിൽ നിന്നും ചോര പുറത്തേക്ക് വരുന്നത് കണ്ട് പവിത്രയുടെ കണ്ണുകളിൽ പല്ലവിയെ കൊല്ലാനുള്ള കലിയാളി കത്തി. നീ വീണ്ടും എന്നെ തല്ലിയടി പന്ന മോളെ. ഇത് നീ ചോദിച്ച് വാങ്ങിയതാ. ഇനി നീ ഒരക്ഷരം അച്ഛനെ പറ്റി പറഞ്ഞ നിന്റെ ആ പുഴുത്ത നാക്ക് പിഴുതെടുക്കാൻ ഞാൻ മടിക്കില്ല. എങ്കിൽ അതെനിക്ക് കാണണം, നീ എന്നെ എന്ത് ചെയ്യുന്നു. അത്രയും പറഞ്ഞ് വീണ്ടും പല്ലവിക്ക് നേരെ വന്നു. എന്നിട്ട് പല്ലവിയുടെ കയ്യിലിരുന്ന് മിത്തുമോളെ പിടിച്ചു. എൻ്റെ കുഞ്ഞിനെ വിടടി, വിടുന്നതാ നിനക്ക് നല്ലത്. നിന്റെ കുഞ്ഞോ? ഇതെപ്പോഴാ നിന്റെ കുഞ്ഞായേ? നീ പ്രസവിച്ചതാണോ? അല്ലല്ലോ. അപ്പം പിന്നെ ഏതു വകയിൽ ഇനി നിന്റെ കുഞ്ഞാവും? നോക്കിയാൽ കണക്ക് വെച്ചാണെങ്കിൽ എൻ്റെ ചിലവിൽ തന്നെയല്ലേ ഈ കുഞ്ഞിനെ നീ നോക്കിയത്, അല്ലാതെ നിന്റെ ചിലവിലല്ലല്ലോ. അപ്പം പിന്നെ നിനക്കിതിൽ അവകാശം പറയാനില്ല. പ്രസവിച്ചത് ഞാനാണെങ്കിൽ ഇവളിൽ അവകാശവും എനിക്കാ. അതുകൊണ്ട് മര്യാദയ്ക്ക് ഇതിനെ തരുന്നതാ നിനക്ക് നല്ലത്. ഇത് കാരണമായി വീട്ടിൽ ഇപ്പോഴത്തെ എല്ലാ പ്രശ്നങ്ങളും കാരണം. അതുകൊണ്ട് ഇവളിനി വീട്ടിൽ വേണ്ട എന്ന് പറഞ്ഞ ഫലമായി കുഞ്ഞിനെ പല്ലവിയിൽ നിന്നും എടുക്കാൻ നോക്കിയതും അവൾ വിട്ടുകൊടുത്തില്ല. അവൾ കൂടുതൽ മിത്തുമോളെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ടിരുന്നു. പല്ലവി, കുഞ്ഞിനെ മര്യാദയ്ക്ക് തരുന്നത് നിനക്ക് നല്ലത്. ഇല്ലെങ്കിൽ ഞാൻ എന്തു ചെയ്യുന്നു എനിക്ക് തന്നെ അറിയില്ല. നീ എന്നെ ഇനി കൊല്ലുമെന്ന് പറഞ്ഞാൽ പോലും മിത്തുമോളെ നിനക്ക് തരില്ല ഞാൻ. എങ്കിൽ അതെനിക്ക് കാണണമല്ലോ. അത് പറഞ്ഞ് ബലമായി തന്നെ മിത്തുമോളെ പല്ലവിയിൽ നിന്ന് പവിത്ര പിടിച്ചു വലിച്ചതും കുഞ്ഞു പല്ലവിയുടെ കയ്യിൽ നിന്ന് അടർന്നു മാറി. ഒപ്പം തന്നെ പവിത്രയ്ക്ക് ബാലൻസ് കിട്ടാതെ മിത്തുമോള് അവളുടെ കയ്യിൽ നിന്നും താഴേക്ക് വീണു. മിത്തുമോൾ താഴേക്ക് പതിക്കുന്നത് കണ്ടതും പല്ലവി മിത്തുമോളെ എന്ന് വിളിച്ചലറി കരഞ്ഞു. അവൾ വേഗം താഴെ നിന്നും കുഞ്ഞിനെ എടുക്കുമ്പോൾ മിത്തുമോൾ കൂടുതൽ ശക്തിയോടെ വാവിട്ട് കരഞ്ഞുകൊണ്ടിരുന്നു. ഒപ്പം മിത്തുമോളുടെ കുഞ്ഞു നെറ്റി ചെറുതായി വീഴ്ചയിൽ മുറിഞ്ഞു ചോര പൊടിഞ്ഞു. അത് കാണുന്തോറും പല്ലവിയുടെ ഹൃദയം പിടഞ്ഞു. അവൾ കുഞ്ഞിനെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് വാവിട്ട് കരഞ്ഞുകൊണ്ടിരുന്നു. നാശം പിടിച്ചവളുടെ കരച്ചിൽ കേട്ടാൽ അത് താഴെ വീണ് ചത്തുപോയെന്ന് തോന്നുമല്ലോ. പല്ലവി കുഞ്ഞിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് താഴെ നിന്നും എണീറ്റു. അപ്പോഴും മിത്തുമോൾ ആ കുഞ്ഞു മുറിവിൽ പറ്റിയ നീറ്റിൽ കരഞ്ഞുകൊണ്ടിരുന്നു. നീ ശരിക്കൊരു അമ്മയാണോ? ഒരമ്മയ്ക്ക് ഒരിക്കലും ഇങ്ങനെ ചിന്തിക്കാനാവില്ല. അതിൻ്റെ അമ്മ ഇപ്പോൾ നീയല്ലേ. അപ്പോൾ പിന്നെ അത് മരിച്ചാലും ജീവിച്ചാലും എനിക്കൊന്നുമില്ല. പിന്നെ ഒരു കാര്യം പറഞ്ഞേക്കാം, നാളെ ഞാൻ ഈ വീട് വിട്ടു പോകും. പിന്നെ ഇങ്ങോട്ടേക്കൊരു തിരിച്ചു വരവ് കാണില്ല. ഞാൻ പോയി കഴിഞ്ഞ് 3 ദിവസം കഴിഞ്ഞ് അരവിന്ദ് വരും നിന്നെ കൊണ്ടുപോകാൻ. അതുകൊണ്ട് ഞാൻ നാളെ പോകുമ്പോൾ ഇവളും എനിക്കൊപ്പം കാണും. ഇവളിനി ഇവിടെ വേണ്ട. അത് നീയും അവനും കൂടിയല്ല തീരുമാനിക്കുന്നേ, ഞാനാ. അത് നിനക്ക് അരവിന്ദിനെ ശരിക്കും അറിയാത്തത് കൊണ്ടാണ്. അവൻ എന്തെങ്കിലും തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് നടത്തിയിരിക്കും. ഓർത്തു വെച്ചാൽ നിനക്ക് നല്ലത്. ചുമ്മാ പ്രശ്നം ഉണ്ടാക്കാനാണ് തീരുമാനമെങ്കിൽ പിന്നെ നീ നിന്റെ കയ്യിലിരിക്കുന്നതിനെ ജീവനോടെ കാണില്ല, ഓർത്തോ. അത്രയും പറഞ്ഞിട്ട് പവിത്ര അകത്തേക്ക് കയറിപ്പോയി. മിത്തുമോളെ കാണുന്തോറും അവളുടെ ഉള്ളം പിടഞ്ഞു. സ്വന്തം അമ്മ തന്നെ കുഞ്ഞിനെ കൊല്ലാൻ കൂട്ടുനിൽക്കുന്നുണ്ടല്ലോ എന്നോർത്ത് പല്ലവി മിത്തുമോളെ റൂമിലേക്ക് കൊണ്ടുചെന്നു. ബെഡിൽ കിടത്തി അവളുടെ കുഞ്ഞു നെറ്റിയിലെ മുറിവ് പഞ്ഞുവെള്ളത്തിൽ മുക്കി ചോര ഒപ്പിയെടുത്തു. അപ്പോഴും ആ കുഞ്ഞു വായ തുറന്ന് വേദനിക്കുന്നു എന്ന് പറയാനാവാതെ കരഞ്ഞുകൊണ്ടിരുന്നു. അത് കാണുന്തോറും പല്ലവിക്കും സഹിക്കാനായില്ല. അവളുടെ കണ്ണുകളും നിറഞ്ഞു. അവൾ മിത്തുമോളുടെ മുറിവിൽ മരുന്ന് പുരട്ടിക്കൊടുത്ത് അവിടെ ബാൻഡേജ് ഇട്ടൊട്ടിച്ചു കൊടുത്തു. അതിനുശേഷം മിത്തുമോളെ എടുത്ത് തോളിലേക്ക് കിടത്തി പുറത്ത് തട്ടിക്കൊടുത്തു. കുറച്ചു നേരം അവളെ ചേർത്ത് പിടിച്ച് അങ്ങനെ തന്നെ ചെയ്തു. എപ്പോഴെന്നറിയില്ല കരച്ചിലിൻ്റെ ഏങ്ങലുകൾ മിത്തുമോളിൽ നിന്ന് പതുക്കെ മാഞ്ഞു പോയ ശേഷം അവിടെ ഉറക്കം അവളെ പുൽകിയിരുന്നു. മിത്തുമോൾ ഉറങ്ങിയെന്നറിഞ്ഞതും പല്ലവി അവളെ ബെഡിലേക്ക് പതുക്കെ കിടത്തി. എന്നിട്ട് അവളും അവൾക്കിടയിലായി കിടന്നു.
അവളുടെ ആ കുഞ്ഞു മുറിവിൽ ചുണ്ടുകൾ ചേർത്ത ശേഷം തന്നോട് കൂടുതൽ ചേർത്ത് പിടിച്ചു കിടത്തി. ഇനിയൊരു ശക്തിക്കും തൻ്റെ മിത്തുമോളെ വിട്ടുകൊടുക്കില്ല എന്ന ഉറച്ച തീരുമാനത്തോടെ. അതോടൊപ്പം പല്ലവിയും നിദ്രയിലേക്ക് ആണ്ടുപോയിരുന്നു. പിറ്റേന്ന് രാവിലെ കുഞ്ഞിനെ അനാഥാലയത്തിലാക്കുന്നതിനു വേണ്ടി തനിക്കൊപ്പം മിത്തുമോളെ കൊണ്ടുപോകാൻ നിന്ന പവിത്രയ്ക്ക് പല്ലവി മിത്തുമോളെ കൊടുത്തില്ല. അവസാനം പവിത്ര അവളോട് ദേഷ്യപ്പെട്ട് അവളുടെ സാധനങ്ങളും എടുത്ത് പുറത്തേക്ക് പോയിരുന്നു. പോകുമ്പോൾ ഒരു കാര്യം പല്ലവിയോട് പറയാനും മറന്നില്ല. നീ എന്നിൽ നിന്നും ഇതിനെ ഇപ്പോൾ ചേർത്ത് പിടിക്കുമ്പോൾ നീ വിജയിച്ചു എന്നാണ് കരുതിയെങ്കിൽ നിനക്ക് തെറ്റി. ഇതിൻ്റെ കാലനായിട്ട് അരവിന്ദൻ തന്നെ വരും. അപ്പം നീ ശരിക്കും മനസ്സിലാക്കിക്കോളും. അത്രയും പറഞ്ഞിട്ട് പവിത്ര വേഗം തന്നെ കാറിൽ കയറി പോയിരുന്നു. പല്ലവിയെയും മിത്തുമോളെയും കാണാൻ വന്നതായിരുന്നു അർച്ചനയും സൂര്യയും. അവരോട് അരവിന്ദിൻ്റെ കാര്യം പറയുമ്പോൾ ഒരു നടുക്കമായിരുന്നു. പവിത്ര അവളെ പറ്റി പണ്ടേ അറിയാവുന്നത് കൊണ്ട് അവൾ കാണിച്ചതിൽ അവർക്കത് പുതുമയുള്ളതായി തോന്നിയില്ല. ഇനിയും പല്ലവിയും മിത്തുമോളും ഒറ്റയ്ക്ക് ഇവിടെ കഴിയുന്നത് ശരിയല്ലെന്ന് അവർക്ക് തോന്നിയത് കൊണ്ടാണ് അവർ വർക്ക് ചെയ്യുന്നിടത്തേക്ക് പല്ലവിയെയും മിത്തുമോളെയും കൂട്ടിക്കൊണ്ടു പോയത്. അരവിന്ദിൽ നിന്നും പല്ലവിയെയും കുഞ്ഞിനെയും രക്ഷിക്കുക എന്ന ചിന്ത മാത്രമേ അവർക്കുണ്ടായിരുന്നുള്ളൂ. മിത്തുമോളുടെ കരച്ചിലാണ് പല്ലവിയെ ചിന്തകളിൽ നിന്നും ഉണർത്തിയത്. പല്ലവി ചിരിച്ചുകൊണ്ട് തൻ്റെ കൈകളിലേക്ക് മുത്തുമോളെ കോരിയെടുത്തു. അമ്മയുടെ ചുന്ദരി എണീറ്റോടാ. അതിന് അവൾ അവളുടെ കയ്യിലിരുന്ന് മോണ കാട്ടി ചിരിച്ചു. അത് കണ്ടതും പല്ലവി അവളുടെ മൂക്കിൽ അവളുടെ മൂക്ക് കൊണ്ട് ഉരസി. അങ്ങനെ ചെയ്തതും മിത്തുമോൾ കുറച്ചുകൂടി ഉച്ചത്തിൽ ചിരിക്കുകയും പല്ലവിയുടെ കവിളിൽ അവളുടെ കുഞ്ഞു ചുണ്ടുകൾ പതിപ്പിച്ച് നാക്കുകൊണ്ട് നുണയുകയും ചെയ്തു. അപ്പോഴവിടെ പല്ലവിയുടെയും മിത്തുമോളുടെയും സ്നേഹം മാത്രമാണ് നിറഞ്ഞു നിന്നത്.